പഞ്ചായത്ത് നടത്തിയോ? എന്താ ജനസംസാരം? ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച്, പ്രത്യേകിച്ച് ഉണ്ണിത്തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ. ചുരുക്കം ചിലർക്ക് മറിച്ചുകൊണ്ട് കോവിലകത്തെ കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ. മറിച്ചുള്ള അഭിപ്രായം എന്താ? അതിലൊന്നും വലിയ കാര്യമില്ല സാർ. 10-35 വയസ്സ് കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണുങ്ങളോട് കൊഞ്ചു സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ. തന്നോട് അഭിപ്രായം ചോദിച്ചത്? സെൻട്രൽ മിനിസ്റ്റർ വരുന്നതിന് എയർപോർട്ടിൽ പോകാൻ പറഞ്ഞിട്ട്? സാർ ഫ്ലൈറ്റ് ലേറ്റ് ആണ്, വൈകിട്ട് 6 മണിക്ക് എത്തൂ. അതിന് ഇപ്പോഴും അവിടെ പോയി കെട്ടിക്കിടക്കണോ? കെട്ടിക്കിടക്കണം. ഇയാൾ പോടോ ഫൂൾ. ഹലോ. ഓ ദൈവമേ, ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ്. മനസ്സോർന്നും 4 വാക്ക് തെണ്ടിയോട് പറയണം. അത് കഴിഞ്ഞ് എന്നെ ഈ യൂണിഫോമിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയോ. എനിക്കറിയാം. ഓക്കെ. എന്നിട്ട് എതിരഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത്. അത് ശരി. മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തമ്പ്രാനെ മുമ്പേ അറിയാവോ? അറിയാം സർ. അറിയാന്ന് വെച്ചാൽ? നന്നായിട്ട് അറിയാം. എന്താ സർ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ്. രായൻ അസിസ്റ്റ് ചെയ്താൽ മതി സർ. പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നാഭിപ്രായം ഉള്ളപ്പോ. സർ. യെസ്, യു മേ ഗോ. ഓക്കെ. ഈ കേസിന്റെ പേരിൽ ജനം പൗരസമിതി രൂപീകരിച്ചതായി പത്രവാർത്തയുണ്ട്. ഞാനും വായിച്ചടോ. പൗരസമിതി പലർക്കും ഒരു വയറ്റിപ്പാടാണ് സാർ. ചേറ്റകള് നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ. പോലീസ് സൂപ്രണ്ട് സുബ്രഭാരനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പോലീസ് സൂപ്രണ്ട് സുബ്രഭാരനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പൗരസമിതി സിന്ദാബാദ്. കോവിലകം കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ. ആ ഇരിക്കുന്ന സ്ത്രീയാ മരിച്ച സീതയുടെ അമ്മ. വിൽസ, അവന്മാർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്തേരെ. സർ. സാബു. താൻ എന്തിനാ വക്കീലെ ഇങ്ങോട്ട് വന്നേ? ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ, തന്റെ മരുമകൻ ഉണ്ണിത്തമ്പ്രാനെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ അറസ്റ്റ്? അല്ല, ഈ പത്രക്കാരും പൗരസമിതിക്കാരും ഉണ്ണിയെ കുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി. പൗരസമിതി പോയി ചാകാൻ പറ വക്കീലെ. ആരെ പ്രതിയാക്കണം യുവമാരാ തീരുമാനിക്കുന്നേ? ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ. എനിക്കൊരു സമാധാനവും ഇല്ല. എന്തു പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ടട്ടൻ ഉണ്ണി SP വലുതാണോ ഈ പൗരസമിതിക്കാര്? ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവണല്ലോ ദൈവമേ. ഉണ്ണി സമാധാനമായിട്ടിരിക്കുക. ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ കോർട്ടിലൊരു പെറ്റീഷൻ ഉപയോഗിക്കാം. എന്താ പോരെ? അമ്മാവനൊന്ന് ഇവിടം വരെ വരുമോ? നാളെ രാവിലെ വരാം. ആ വയ്ക്കട്ടെ. ആ തമ്പുരാനൊന്ന് സ്റ്റേഷൻ വരെ വരണം. SP-ക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഉടനെ തിരിച്ചു വരാം. ഏറിയാൽ ഒരു 5 മിനിറ്റ്. സാറ് പോയിക്കോ, ഞാൻ പുറകെ വരാം. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഉടനെ തിരിച്ചുകൊണ്ടാക്കാം. എന്നാ ഞാൻ ഈ വേഷമൊക്കെ മാറ്റി. രാത്രിയല്ലേ, ആര് കാണാനാ? ഇതൊക്കെ മതി. പോവാം. എന്തും കൂടെ വാ സാർ, എന്തും കൂടെ വരട്ടെ. എന്തിനാ രാത്രിയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത്? തമ്പുരാൻ വാ. എനിക്ക് പേടിയാവുന്നു സാർ. പേടിക്കണ്ട. അയ്യോ അയ്യോ. എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു. തമ്പുരാനെ, ആ ഷർട്ടും മുണ്ടും ഒന്ന് അഴിച്ചു വെച്ചേ. ഷർട്ടും മുണ്ടും എന്തിനാ? എനിക്ക് തിരിച്ചു പോകണം. അത് പിന്നെ തമ്പുരാനെ, ഈ സെൻട്രൽ ജയിലിലെ
യൂണിഫോം ഉണ്ട്. സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം. പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അരികെ എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഓഹോ, ഇതെന്താ രാജ ഇവൻ എന്നോട് പറഞ്ഞത്? അരിയടാ അരിയടാ അങ്ങോട്ട് അരികെ. ഇതെന്താ തമ്പുരാനെ ഇത്? അയ്യോ, ഇത് പൊട്ടിക്കരുത്, പാവ. ഓഹോ, അല്ല തമ്പുരാനെ, തമ്പുരാന് സെല്ലിൽ കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേലെങ്ങാനും തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും. അതുകൊണ്ട് തമ്പുരാന് പോകാൻ ഭാഗ്യം സിദ്ധിച്ചാൽ ഇതങ്ങോട്ട് തിരിച്ചു തരാം. ഇരിക്കട്ടെ. അപ്പൊ പറ തമ്പുരാനെ, എന്താ തമ്പുരാനെ സംഭവിച്ചേ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അയ്യോ, അയ്യോ. സാബു. യെസ് സർ. വാടായിക്കോട്ടെ. എന്നെ ഒന്നും ചെയ്യല്ലേ സാർ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരു പറയില്ല. അയ്യോ, 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 പറയില്ലല്ലോ. ഒന്നും ചെയ്യല്ലേ സാർ. അയ്യോ. ഇങ്ങനൊരു കൊലച്ചതി വേണ്ടായിരുന്നു. ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു? എന്തു പറയണം? അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ? അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കിട്ടുവോടോ വക്കീലേ? ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ. താൻ ഏത് ഗോത്താഴത്തെ വക്കീലാണോ? എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു? എവിടെ ചാർജ് ഷീറ്റ്? ചാർജ് ഷീറ്റോ? അതിന് ട്രൂ കോപ്പി നാളെ കോടതിയിൽ എത്തുമല്ലോ. അപ്പൊ കണ്ടാ മതി. ഒന്ന് പറയെങ്കിലും ചെയ്തൂടെ? എന്തു പറയാൻ? തന്റെ മരുമോൻ തമ്പുരാന് വീട്ടുവേലക്കാരുടെ കാമം തോന്നി. അത് സാധിക്കുന്ന ബത്തപ്പാടിൽ അവൾ ചത്തു. ആരും അറിയാതെ ശവം കുളത്തിൽ കൊണ്ടുപോയിട്ടു. അത്ര തന്നെ. മഹാപാപം പറയരുത്. മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക്. ആ അവനെ കുറിച്ചാ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. തന്നെയും പിടിച്ച കൂട്ടുപ്രതിയാക്കും. എനിക്ക് അക്കാര്യത്തിന് ചളുപ്പമില്ല. നിങ്ങൾക്ക് എന്ത് സാധിക്കും? അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ശിക്ഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ചെയ്തത് നിങ്ങളുടെ നാശത്തിനാ, സർവനാശത്തിന്. സൂക്ഷിച്ചോ, ഒരു അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ എവിടെയോർത്തം ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്, കരുതിയിരുന്നു. I appear for the prosecution, Your Honor. As a public prosecutor, it is my duty to see that the maximum punishment is given to the accused. But the investigating officer who charge-sheeted this case didn't do it properly. Under these circumstances, I beg this honorable court to stop all the proceedings against the accused in this case. മാസ്റ്റർ പ്രകാരം മോഷണം പോയിട്ടുള്ളത് 1994 മോഡൽ ടി വി, 1994 മോഡൽ VCR, 93 മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ്. പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 94 മോഡൽ ടി വിക്ക് പകരം 84 മോഡൽ ടി വി, ലേറ്റസ്റ്റ് മോഡൽ VCRന് പകരം 10 വർഷം പഴക്കമുള്ള VCR, അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളിലും മായം ചേർന്നിരിക്കുന്നു. In this context, I request this honorable court to take necessary action against the investigating officer who is the real culprit. That's all, Your Honor. ഇത്രയും വേണ്ടായിരുന്നു സാർ, അത് ഓപ്പൺ കോട്ടി വെച്ച്. പിന്നെ ഞാൻ എന്നാ പറയണം? എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം? ഒറിജിനലൊക്കെ എന്തോ ചെയ്തു? ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ? എവിടെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള്? വന്നിട്ടില്ല. അയാൾ എന്റെ കൺവെട്ടെന്നെങ്ങാനും കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും. പറഞ്ഞേക്ക്. അയാൾ ഫോണിൽ എന്നോട് പറയുക, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ, സാറ് വിഷമിക്കണ്ട, പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന്. ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണ്ണിക്കില്ലാത്ത ഞാൻ ഏത് റാങ്കിൽപ്പെട്ട ഓഫീസറായാലും ശരി തന്നെ ഇങ്ങോട്ട് അയച്ചില്ലേ, അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക്.
മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കാനും നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ. അപ്പോഴേ തൊണ്ടി വീശിയാറിന് ഇപ്പൊ എന്നാ വില കിട്ടും? 2 എണ്ണം വേണമായിരുന്നല്ലോ. വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം.